ഹാപ്പി ബർത്ത്ഡേ മുത്തമ്മ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അടിച്ചണ്ടേ? ഇല്ല. രസമുണ്ടല്ലേ? ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? 2-3 ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇല്ല അല്ലേ? അപ്പൊ ഇന്ന് നമ്മളെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്നിന്റെ ബർത്ത്ഡേ ആണ്. ഇനിയിപ്പോ വല്ല ഗിഫ്റ്റും ചോദിക്കോന്ന് വിചാരിച്ചിട്ടാകും ഇന്നലെ തന്നെ ഐശ്വര്യലക്ഷ്മി കടന്നു കളിക്കണം കേട്ടോ. രാവിലെ ഈ ഇരുട്ടും തപ്പിയാണ് പരിപാടി. ഞാൻ ടോർച്ചൊക്കെ കത്തിച്ച് എന്തായാലും രാവിലത്തെ എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിത്തിരി ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചു. ഇന്നലെയൊക്കെ എല്ലായിടത്തും കാറ്റും മഴയും ഒക്കെ ഉണ്ടായിനി എന്നൊക്കെ പറഞ്ഞു കേട്ട്. പക്ഷെ ഞമ്മക്ക് ഇവിടെ കാറ്റും കോളും കാട്ടി കൊതിപ്പിക്കലും മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി മഴയൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് കറണ്ട് ഇന്നലെ പോയത് എന്ന് അതും നമുക്കറിയില്ല കേട്ടോ. കിടക്കണ വരെയൊക്കെ ഉണ്ടായിരുന്നു. നട്ടപ്പാതിരിക്ക് എപ്പോഴോ പോയതാണ്. പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. ഇപ്പൊ കുട്ടികൾക്ക് വലിയൊരു കൗതുകമാണ് ബർത്ത്ഡേ ആകുമ്പോൾ കേക്ക് മുറിച്ചണം എന്നൊക്കെ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കുട്ടികളെ ബർത്ത്ഡേ ആകുമ്പോൾ ഓരോ സന്തോഷത്തിന് ഉള്ളിൽ കേക്ക് മുറിച്ചാലും വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ നമ്മളെ ബർത്ത്ഡേ ഒക്കെ കേക്ക് മുറിച്ച് വലിയൊരു ആഘോഷമാക്കുക അങ്ങനെയൊന്നുമില്ല. ചെറിയ രീതിയിൽ എന്തൊക്കെയാണ് നടന്നത് എന്തായാലും ഇങ്ങനത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞു. അജുവിനെ വിളിച്ചോണ്ടി ഓനക്കുള്ള ചായയൊക്കെ കൊടുത്ത് ഓന് മദ്രസ ഇപ്പോൾ സുബൈക്കാണ് കേട്ടോ. അപ്പോൾ ഓനൊന്ന് റോട്ടിക്കാക്കി കൊടുക്കട്ടെ. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ട് കൊടുത്താൽ ഓന അതിലിങ്ങനെ പോകും. അപ്പം ഞാൻ റോട്ടിക്കറ്റ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളൂ. റോട്ടിക്ക എത്തിയാൽ പിന്നെ കുറേ കുട്ടികൾ വരുന്നുണ്ടാവും. പിന്നെ ഓല കൂട്ടത്തിൽ കൂടെ ഓനോട് പോയിക്കോളും. അങ്ങനെ അതാ മുല്ലപ്പൂ ഒക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇന്ന് ഞാൻ മുല്ലപ്പൂ പറിച്ച വീഡിയോ എടുത്തതല്ല. ഇന്നലെ മുല്ലപ്പൂ പറിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തതേനി കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ പറിച്ചാനൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല. കാരണം കറണ്ട് ഇല്ലേനല്ലോ. നിയമോള് നീച്ചുമ്പോഴത്തേന് കുറച്ച് നേരമാകും. അതുകൊണ്ടാണ് ഞാൻ മുല്ലപ്പൂവൊക്കെ പറിച്ചു വെക്കണത് കേട്ടോ. കുറേ ദൂരത്തൊന്നും പോയിട്ടല്ല കേട്ടോ ഈ മുല്ലപ്പൂ പറിച്ചിന്. എനിക്ക് കണ്ണൊക്കെ ശരിക്കും കാണുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഇരുട്ടായ മാതിരി തോന്നുന്നു. ഇവിടെ നമ്മളെ സിറ്റ് ഔട്ടിന്റെ അടുത്ത് നിന്നിട്ട് തന്നെയാണ് കേട്ടോ. ഈ ഇവിടെ മൈലാഞ്ചില്ലേ അതിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മുല്ലപ്പൂവ്. സാധാരണ ഞാനിങ്ങനെ മുല്ലപ്പൂവ് പറിക്കലും കോർത്ത് കൊടുക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓളൊറ്റയ്ക്ക് തന്നെ പറിച്ചുകൊണ്ടെന്ന് ഓളൊറ്റയ്ക്ക് തന്നെ കോർത്തെടുക്കലൊക്കെയാണ്. പക്ഷെ ഇന്നിപ്പോ ഞാൻ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ചെറിയൊരു സഹായമൊക്കെ ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ച് വലിയ സൂചിയാണ് കേട്ടോ ഓള് വാങ്ങിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ. ഈ വലിയ സൂചിയിൽ ഓളെങ്ങനെയാണ് മുല്ലപ്പൂ കോർക്കലെന്ന് എനിക്ക് അറിയൂല. ഓള് ഇത് വെച്ചിട്ട് തന്നെയാണ് മുല്ലപ്പൂ കോർക്കല്. എനിക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു. ചെറിയ സൂചിയാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇത് വലുതാകുമ്പോ ഇതിന്റെ തണ്ട് വല്ലാണ്ടൊരു പൊട്ടണമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കെന്തോ ഒരു ഇതേനീട്ടോ. എന്തായാലും ഞാനൊരു ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതൊക്കെ ഒന്ന് കോർത്ത് ഇന്നിപ്പോ മദ്രസ ഇട്ട് വരുമ്പോഴത്തേനും ഇവർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുല്ലപ്പൂ കോർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സർപ്രൈസ് 2 മിനിറ്റ് കൊണ്ട് തന്നെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എന്താന്നുള്ളത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അടിച്ചണ്ടേ? അടിച്ചു ഞാൻ. ആരാ കേടെടുത്തിയത്? ഞാൻ ആ മുല്ലപ്പൂ കോർത്ത് ചാര പൊട്ടിച്ചിങ്ങനെ ആക്കിയേ. എന്തിനാ ചങ്ങനെ ആക്കിയേ? എന്തിനാ അങ്ങനെ കേടെടുത്തിയേ? എങ്ങനെ എപ്പോഴത്തിനാ ഇജ് കണ്ടുപിടിച്ചത്? നിയമോളൊരു വടി എടുത്തോണ്ടെന്നാ. നിയമോളൊരു വടി എടുക്ക്. അനക്കടി ആ മുല്ലപ്പൂവൊക്കെ ഞാൻ കോർത്ത് മാലയാക്കി വെച്ചീനി. പിച്ചി പറിച്ചിട്ട് ഇബൻ ഇപ്പൊ ഇത്തിരി പാവായും കാണാൻ നടക്കുന്ന വടി എടുത്തോണ്ടിരുന്നേ മോളെ. കൊണ്ടേ വേണ്ടേ?
നെഞ്ഞ് കാട്ടുവോ? കാട്ടൂല? എന്നാ സോറി പറ. എന്ത് ചോറി എന്നല്ല സോറി. തല്ലടി. ഞാൻ കോർത്ത് സെറ്റാക്കി വെച്ച മുല്ലപ്പൂ ഉണ്ടല്ലോ, ഓനപ്പുറത്ത് നല്ല കളിയിലിനിയെ. അപ്പൊ ഓനെ എടുക്കൂലേക്കാരം വിചാരിച്ച് ഞാൻ ആ മേശമ തന്നെ വെച്ചു. ഒരാളെ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ഓടി വരുന്നുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ ഇതെന്താടി പൗതി കീറിയ ഹാർട്ട്? അതിന്റെ ബാക്കി ഇതിലുണ്ട് ഉള്ളിലുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ മുത്തമ്മ. അതാ ഒട്ടിപ്പോയോ? പീടിയിൽ ആകെ ഒരു കടിച്ച പറിച്ച ഉണ്ടായിട്ടുള്ളൂ. ഇനി അതും വാങ്ങി പോകുന്നതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കടിച്ച പറിച്ച് പിന്നെന്താ പിന്നെ പറയാ പുളിമുട്ടായി ഉണ്ടല്ലോ, അങ്ങനത്തെതൊക്കെയാണ് ഇഷ്ടം. എന്റെ ഇതിന് ഇതില് അതാ കേടന്നോ? നിങ്ങളുടെ യൂട്യൂബിൽ എന്തൊക്കെയാ എഴുതിക്കണല്ലോ പഠിച്ചോന്. എന്താണ് ഈ ചെയ്തത്? എന്താ പറഞ്ഞാ മതിയേ. നിങ്ങളുടെ കൂടെ യൂട്യൂബില് എന്നെയും ഉൾപ്പെടുത്തിയതിന് ഹൃദയം നിറഞ്ഞ ഹിദ്രയോ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആശംസകൾ. ഇങ്ങനെ ഒരു ഇതുമ്പോ ഇവിടെ വെക്കണം ഉണ്ടാക്കണം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനത്തെ കഴിഞ്ഞു. ഇവിടെ ഒട്ടിപ്പോയി. ആകെ ഒട്ടിയപ്പോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിന് വേറൊന്നുണ്ട്. ഇത് നിങ്ങൾ തുറന്നിട്ട് ഇട്ട് ഇവിടെ വെക്കണം. അങ്ങനെ കഴിഞ്ഞു. സാരില്ല എന്നാലും താങ്ക് യു സോ മച്ച്. അടുത്ത നിയമോളെ ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ഡിയറോ. ഡിയർ ഇതെന്താണ്? മോം. ഇതെന്താണ്? MX എന്താ? എന്നിട്ട് വൈനെങ്ങനെ എങ്ങനെ പോണു? എന്താണ് MX? താങ്ക് യു സോ മച്ച്. ഇതിപ്പോ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ഒരിത്തിരി അക്ഷരപ്രശക്തി വന്നാല് എനിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഇപ്പൊ ഞാൻ ലിസ്റ്റിൽ വിചാരിച്ചാത്ത കാര്യങ്ങളാണ്. ഞാൻ അവിടെ അലക്കിട്ടോ. ഇവിടെ എന്താ പരിവച്ചിമുള്ളിയൊക്കെ വിചാരിച്ചങ്ങാണ്ട് വന്നു നോക്കിയതാണ്. അപ്പൊ ഇവിടെ ഓരോരുത്തർ അടിച്ചു വാരുന്നുണ്ട്, റൂമൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്, തുണികളൊക്കെ അപ്പുറത്ത് മടക്കി വെക്കുന്നുണ്ട്. അങ്ങനെ തിരക്കാണ് കേട്ടോ. പിന്നെ എന്താ സനിക്കുട്ടൻ ഒതുക്കി വെച്ചതൊക്കെ വലിച്ചിട്ടും സഹായിച്ചിട്ടുണ്ട്. യോ അതിൻ്റെ ഉള്ളിലൊക്കെ വിരിച്ചോ? നമ്മളെ പഴയ കിടക്കണ്ടല്ലോ, അതിപ്പോ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ഇവിടെയാണ് ഓലെ കടപ്പും വിരിപ്പും കളിയും ഒക്കെ കേട്ടാ. അപ്പൊ ഇവിടെയൊക്കെ ബെഡ്ഷീറ്റ് വിരിച്ച് വൃത്തിയാക്കിയാണ്. പിന്നെ നമ്മളെ കട്ടിലുമ്പോ ബെഡ്ഷീറ്റും അതൊക്കെ ഞാൻ വിരിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഓലെന്നെ അതില് കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിന്. അതൊക്കെ ഞാൻ വൃത്തിയാക്കി ഇതാക്കിക്കണം കേട്ടോ. എന്നിട്ട് ഈ ബെഡ് പൊന്തൂലല്ലോ, എന്നിട്ട് കത്രിക എടുത്തോണ്ടെന്ന് കണ്ട് അതിന്റെ തുമ്പ് വെച്ചിട്ടാണ് കേട്ടോ ബെഡ്ഷീറ്റ് ഒക്കെ അതിന്റെ ഉള്ളിൽ ഇതാക്കണേ. അങ്ങനെ എല്ലാരും പല വിധത്തിൽ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കേന് കേട്ടോ. ഇന്ന് നിങ്ങളെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടാക്കി തരികയാണ് എന്നാണ് ഓല് എന്നോട് പറഞ്ഞിട്ടുണ്ടായിനിയത്. അതിന്റെ അടിയിൽ കൂടെ നമ്മള് ജനിക്കുട്ടന് ഓല ഒതുക്കി വെച്ചതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തുന്നുണ്ട് കേട്ടോ. അതിന് ഓലടി ഓലേക്കുന്നത് ചീത്തയും കിട്ടിയിരിക്കണം കേട്ടോ. ആരെ കാട്ടി കുഞ്ഞിനെ? അപ്പൊ ഓല ക്ലീൻ ആക്കിയത് വൃത്തിയേടാക്കണേ. ഞാൻ അഴിച്ചു വരിക്കോളാം കേട്ടോ. എന്റെ ബർത്ത്ഡേ സഹായിച്ചതാ.
അപ്പൊ ഞാൻ ചോറും കൂട്ടാനൊന്നും വെക്കേണ്ടി വരില്ല, ചിലപ്പോ ചോറും കൂട്ടാനൊന്നും ബർത്ത്ഡേകളൊക്കെ ആകുമ്പോ അങ്ങനല്ലേ, ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുക. അങ്ങനെ നല്ല വൃത്തിക്ക് അടിച്ചു വാരലും ഒതുക്കലും ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഈ തുടക്കാനുള്ള വടി ഇങ്ങോട്ട് തരി, ഞങ്ങൾ തുടച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പറഞ്ഞേ ആ വടി പിടിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കൊഞ്ഞാടും, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം തുടക്കാണ്ട് ഞാൻ തന്നെ തുടച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പോലെ കൺവിൻസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ അന്ന് കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരത്ത് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചക്ക് കാര്യമായിട്ട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. പിന്നെ മക്കളിങ്ങനെ സർപ്രൈസ് ആയിട്ട് ഓരോരോരോന്ന് ഓൽക്കിങ്ങനെ ഭയങ്കര സന്തോഷിച്ചിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴേ എന്റെ ബർത്ത്ഡേ എന്നെക്കാളും സന്തോഷം ഒലിക്കേനു. അപ്പൊ ഞാൻ വിചാരിച്ചീനു എന്തെങ്കിലും ഒരു മധുരം ഒരു ഇത്തിരി പായസം തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചീനെ. പക്ഷേ ഉച്ചക്ക് നല്ല പോലെ 2-3 മണിക്കൂറാണ് കടത്താൻ ഉറങ്ങിയ. പിന്നെ 4:30-5 മണിയാവണ സമയത്താണ് നീച്ചത്. അപ്പൊ ഞങ്ങൾക്ക് അന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടേനി, മദ്രസൊക്കെ തുറന്നതേനി. അപ്പൊ അതുകൊണ്ട് മദ്രസക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ഞങ്ങള് ഒരു പാർസൽ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണെ. അപ്പൊ അത് ആ ചെടി കണ്ടപ്പോ എനിക്ക് ആ ചെടി കിട്ടാനൊരു മോഹട്ടോ. പക്ഷെ ഓരോട് ചോദിച്ചത് പറിച്ചാനൊക്കെ ഒരു മടി. അപ്പോഴാണ് ഞാൻ കണ്ടത് ആ ചെടി പറിച്ച് കുറച്ച് ദൂരത്തോല് കൊണ്ടേ ഇട്ടിട്ടുണ്ടേനിട്ടോ. എനിക്കാണെങ്കിൽ അത് പോയിങ്ങാണ്ട് പൊറുക്കിയെടുത്ത് കൊണ്ടുവരാനൊരു മടി. അഥവാ വല്ല ലൈവും ആരെങ്കിലൊക്കെ വിട്ടാലും മുത്തൂസ് ലൈഫ് സ്റ്റൈൽ ഇതാ അങ്ങാടി കൂടെ ഇറങ്ങി ചെടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പൊതുവെ ആൾക്കാരടിയിൽ ഇറങ്ങിയാൽ ഒരു മടിയാണ്. അതിൽ ഞാൻ പിന്നെ കുഞ്ഞുട്ടിനെ അങ്ങോട്ട് സോപ്പിട്ട്, മൂപ്പരാണെങ്കിൽ ആ സോപ്പുമ്മ കയറിയാണ്ട് എനിക്ക് 2 ചെടിയൊക്കെ പോയി കണ്ട് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെയിലായതുകൊണ്ടൊന്ന് വാടീനി, പക്ഷെ ഇനി വന്നിട്ട് നമുക്ക് കുഴിച്ചിട്ട് നോക്കാം. ഉണ്ടായി കിട്ടുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ചെടി ഈ സൈഡിൽ നിങ്ങൾ കാണില്ലേ, ആ ഒരു സാധനം കേട്ടോ. ഓലെടുത്ത് അത് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ ഒരു ചെടീന്റെ പൊട്ടൊക്കെ തരുമായിരിക്കും. പക്ഷെ എന്നാലും ചോദിക്കാനുള്ള ഒരു മടി ചില സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലോ, ഓലെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിച്ചോന്നുമില്ല. അപ്പം ചെടി കിട്ടിക്കണം കേട്ടോ. എന്തായാലും ഇനിയിപ്പോ അത് പെരി കൊണ്ടിരിക്കണം, നട്ട് നോക്കണം. കുഞ്ഞുട്ടീന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടേനി വൈകുന്നേരത്തിന് ഫുഡ് ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടെ ബൈ റൂട്ടിലാണ് കേട്ടോ വന്നിട്ടുണ്ടേനി. അത് സാധാരണ ഇവിടെ എപ്പോഴെങ്കിലും വന്ന് നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകലാണ് കേട്ടോ. പക്ഷെ ഇന്നിപ്പോ ഫുഡ് കഴിക്കണില്ല, അജു പോന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ പാർസല് കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ പാർസലിന് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടേനിട്ടോ. ആ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പെടാപാട് അതിന്റെ ഇടയിൽ കൂടെ അതെന്താ ഇതെന്താ അതിലൊന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുത്തനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കേനെ കേട്ടോ. അതില് പിന്നെ ലേറ്റ് കത്തിയപ്പോ പിന്നെ കുറച്ച് സമയം ലേറ്റിന് നോക്കിയിരിക്കലായി പരിപാടി. പിന്നെ ഇതൊന്നും അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷം എന്നുള്ള രീതിയിലൊന്നും ചെയ്ത കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കലുണ്ട്. അതിപ്പോ ഇന്ന് പാർസൽ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് പിന്നെ ഒരു സന്തോഷമാണല്ലോ, ബർത്ത്ഡേ ആകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ് കൊടുക്കണം കാര്യങ്ങളൊക്കെ. അതുപോലെ ഒരു സന്തോഷത്തിന് പിന്നെ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞമ്മക്കൊന്നും ഇപ്പൊ ചെറുപ്പത്തിൽ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടൊന്നല്ല നമ്മൾ ഇത്ര ആയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനോടൊന്നും വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മള് എന്താ പറയാ, പടച്ചവനോട് പ്രാർത്ഥിക്കും. അത് ആരെ ബർത്ത്ഡേ ആണെങ്കിലും ഞാൻ ദീർഘായുസിനും ആഫിയത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും, അതിൻ്റെതാണെങ്കിലും ആരുടെയായാലും. അപ്പൊ ആ ചെടി എന്റെ പോലെ എങ്ങനെയാണ് കേട്ടോ. എന്തായാലും വേര് പിടിച്ച് വരും എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്തായാലും പുറത്തുകൊണ്ടേ ഇട്ടിക്കണ്. നാളെ നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ അതാ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മന്തിയാണ് കേട്ടോ. ചിക്കൻ മന്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെയുള്ള ചിക്കന് പുഴുങ്ങിങ്ങാണ്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പം അത് കഴിക്കുന്നതിനോട് എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റേതായിട്ടുള്ളൊരു ഇത്തിരി മസാലയൊക്കെ ഉണ്ടാക്കി ഇത് മസാല പറ്റിയിട്ടേ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിനി കേട്ടോ. സാധാരണ മന്തിക്ക് വല്ല എരിപൊരിയോ പെരിപെരിയൊക്കെ വാങ്ങിക്കാണ്ട് അവിടുന്ന് അങ്ങനെ കഴിച്ചുകാണ്ട് പോരലാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഇങ്ങനെ കൊണ്ടുവന്നിക്കാണ് ചെയ്തിനത്. പിന്നെ ഞാനായിട്ട് എന്റെ വക കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ചൊക്കെ ഇട്ടിട്ട് ഞാനൊരു എന്താ ഒരു മയനേഷനൊക്കെ കൊടുത്തിട്ട് ഇനി ഒരു ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. ചിക്കൻ വെന്തിക്കണം ഓൾറെഡി, ഒരു പുഴുങ്ങിയ മാതിരിയാണ്. എനിക്ക് ഈ മന്തിനോട് വലിയ താല്പര്യം ഇല്ലാത്ത എന്താ വെച്ചാൽ ഇന്നത്തെ ചിക്കൻ ഒരു എരിവും ഉണ്ടാവില്ല, ഒരു ഗുണം മണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു താല്പര്യ കുറവാണ് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ കുഞ്ഞുട്ടിക്ക് മന്തി കഴിക്കാനൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ബിരിയാണി ഉണ്ടാക്കാം, കാരണം ബിരിയാണിക്ക് എല്ലാ സാധനവും ഉണ്ട്, ഇനി ചിക്കൻ മാത്രമേ ഉള്ളൂ ഇല്ലാഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ചിക്കൻ വാങ്ങിയാൽ മതി, എന്നാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുട്ടിയും പറഞ്ഞ് എന്നാ ബർത്ത്ഡേ അല്ലേ, എന്നപ്പൊ ഇനിയിപ്പൊ ഇന്ന് ഒരു ദിവസം എനിക്ക് വൈകുന്നേരത്ത് റെസ്റ്റ് ആയിക്കോട്ടെ ഇറങ്ങാണ്ട് അങ്ങനെ കാട്ടിയതാണ് കേട്ടോ. ഞമ്മക്ക് എന്ത് റെസ്റ്റ്. അപ്പൊ ഒക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് പിന്നെ കുട്ടികള് അത്രയും വലിയ പീസ് ഒന്നും കഴിക്കൂലല്ലോ. അപ്പൊ ഓൽക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ
സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ ഞാൻ ഫുഡ് കൊടുക്കട്ടെ. ഇനിയിപ്പോ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കാനുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എത്ര വയസ്സായി താത്താന്നുള്ളത്? 32ാമത്തെ വയസ്സാണ്. 31 വയസ്സ് ഞാൻ ജീവിച്ചു തീർത്ത് 32ക്ക് ചാടിട്ടോ. അപ്പൊ ബർത്ത്ഡേ വിഷ് പറയാൻ മറക്കണ്ട. എന്ത് തോറ്റോച്ച് കഴിഞ്ഞോ? തോറ്റോച്ച് കഴിഞ്ഞെങ്കിൽ ഇനി തോറ്റോച്ചില്ല കേട്ടോ. ഇവിടെ ഒരുത്തനെ ഞാൻ കുറേ സമയമായിട്ട് ഫുഡ് കഴിച്ചാൽ വിളിച്ചോണ്ടിരിക്കാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയട്ടെ, 10 മിനിറ്റ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കേനെ. ഹാപ്പി ബർത്ത്ഡേ മുത്തമ്മ. താങ്ക് യു. അൺബോക്സ് ചെയ്തോണ്ടോ? ഓൻ എന്റെ ഫോട്ടോ നോക്കിക്കാണ്ട് വരച്ചുകാണ്ട് അതൊരു ഫ്രെയിം ആക്കിയിട്ട് കൊണ്ടുവന്നാ നിൽക്കുകയാണ് കേട്ടോ. അതേമാതിരിയാ കൈയൊക്കെ വെച്ചെത്തി. ഓനൊരു 1-2 മണിക്കൂർ ഇരുന്ന് കണ്ട് അങ്ങനെ വരച്ചതാണ് കേട്ടോ. എന്റെ ഫോട്ടോ നോക്കിയിട്ട് അതുപോലെയൊക്കെ നോക്കി അങ്ങനെ വരച്ചതാണ് കേട്ടോ. എന്നിട്ട് ഓൻ പറയും ഇനി അത് വല്ലാണ്ട് ശരിയായിട്ടൊന്നുമില്ല മൂത്തമ്മ, മങ്ങളെ മുഖം പോലെയൊന്നും ആയിട്ടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നെ മനസ്സിലായിക്കണത് പോരേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാ. അപ്പൊ മക്കള് ആയാലും നമ്മളെ പരിഗണിക്കണെന്ന് അറിയുമ്പോ ഒരു ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ. നമ്മളൊരാൾ പരിഗണിക്കണുണ്ട് ഓലെ മനസ്സിലായി നമുക്കൊരു സ്ഥാനം ഉണ്ട് എന്നൊക്കെ മനസ്സിലാവും. നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? എനിക്ക് അന്നത്തെ അങ്ങനെ ഒരു സന്തോഷം ഇനി കേട്ടോ അന്നത്തെ ദിവസം ഉണ്ടായിനിയത്. ചെറിയൊരു കുട്ടികളിൽ നിന്നാകുമ്പോഴും ആ ഒരു പരിഗണന കിട്ടുമ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പൊ ബർത്ത്ഡേ ഇങ്ങനൊന്നും ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഭയങ്കര സന്തോഷം. ഇതിൻ്റെ ഇടയ്ക്ക് നിയമോള് ഉള്ള ബാഗ് കൊണ്ടുവന്ന് കാണിച്ചു തന്നത് ഇനിട്ടോ വീഡിയോയില്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ബോക്സിൽ പാട്ടിട്ടിട്ട് ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഇനി കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ബർത്ത്ഡേ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഒരു ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ആഘോഷിച്ചൊന്നുമില്ല. എന്നാലും നമ്മൾ ഈ ഭൂമിക്ക് പറക്കപ്പെട്ട ആ ഒരു ദിവസം ഓർമ്മിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് ബർത്ത്ഡേ വിഷ് ഒന്നും ചെയ്യാൻ ആരും മറക്കണ്ട. 29-ാം തീയതി കഴിഞ്ഞു ബർത്ത്ഡേ. ഇപ്പൊ വീഡിയോ വരുമ്പോ 30-31 ഒക്കെ ആവും. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.